നമസ്കാരം. നമ്മൾ ആദ്യം സംസാരിക്കുന്നത് വയനാട്ടിലെ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ഒരു റാഗിങ്ങും അതേ തുടർന്നുണ്ടായിട്ടുള്ള മരണവുമാണ്. സിദ്ധാർത്ഥ് എന്ന് പറയുന്ന വിദ്യാർത്ഥി ക്രൂരമായ റാഗിങ്ങിനും പീഡനത്തിനും വലിയ അതിക്രമത്തിനും ഇരയാക്കപ്പെട്ടു ഹോസ്റ്റലിൽ വെച്ച്. അതിന് നേതൃത്വം കൊടുത്തവർ, അതിന്മേൽ ഇപ്പോൾ പോലീസ് FIR ഉള്ളവർ, പിടിയിലായവരൊക്കെ SFIയുടെ പ്രവർത്തകരാണ്. SFI ഒരു ഫാസിസ്റ്റ് കേന്ദ്രമാക്കി അതിനെ കൊണ്ടു നടക്കുകയായിരുന്നുവെന്നും ആളുകളെല്ലാവരും നോക്കി നിൽക്കെ ആൾക്കൂട്ട വിചാരണ നടത്താനും ആളുകളെ ആക്രമിക്കാനും കഴിയും വിധത്തിലുള്ള ഒരു സംവിധാനത്തെ അവിടെ SFI കൊണ്ടു നടന്നിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. റാഗിങ്ങിൽ മനം തൊന്ന് ആത്മഹത്യ ചെയ്തെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നതെങ്കിലും അതിനപ്പുറത്തേക്ക് ഇവരെ കൊന്നു കെട്ടിത്തൂക്കിയതാണെന്നുള്ള ആരോപണം ഈ കുട്ടിയുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഇപ്പോൾ ഇതിന് ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും പോലീസ് നടപടി തുടരുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ആളുകളിലെ SFIക്കാരാണ്. SFIയിലെ ചില ആളുകൾ ചെയ്ത സംഗതിൻ്റെ പേരിൽ പ്രസ്ഥാനത്തെ ആകെ തന്നെ പഴി പറയുന്നതാണ് ഇപ്പോൾ SFI സംസ്ഥാന സെക്രട്ടറിയും മന്ത്രി P രാജീവൊക്കെ അതിനോട് പ്രതികരിച്ചുകൊണ്ട് SFI പറയുന്ന കേസിൽ പ്രതികളാക്കപ്പെട്ടവർക്കെതിരെ ഇതിനകം തന്നെ നടപടിയും എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അജിംസ്, ഇപ്പോൾ ഈ ഏകാധിപത്യ ക്യാമ്പസുകളെക്കുറിച്ചുള്ള പ്രശ്നം എത്രയോ കാലമായിട്ട് കേരളത്തിൽ ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒന്നാണ്. ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് മാത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ജനാധിപത്യത്തിൻ്റെ അംശങ്ങളില്ലാത്ത ക്യാമ്പസുകൾ പാടില്ല എന്നൊരിക്കൽ പിണറായി വിജയൻ തന്നെയും കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പറഞ്ഞത് ഓർമ്മയുണ്ട്. പക്ഷെ ഇപ്പോഴും ഇങ്ങനെ ഏകാധിപത്യ ക്യാമ്പസുകൾ പ്രവർത്തിക്കുന്നു. അത് ഞങ്ങൾക്ക് കുട്ടികളുടെ അംഗീകാരം ഉള്ളതുകൊണ്ടല്ലേ എന്ന് അവരതിന് വിശദീകരണം നൽകുന്നു. അങ്ങനെ അതിൻ്റെ ഒരു അനിവാര്യമായ ഒരു സൈഡ് എഫക്റ്റാണോ നമ്മൾ ഈ കാണുന്നത്? അത് മാത്രമല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഈ സംഭവത്തെ കുറേ കൂടി ഗൗരവത്തിലെടുക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ പല ക്യാമ്പസുകളിലും ഏകാധിപത്യ ക്യാമ്പസുകളാണ്. SFI പ്രവർത്തിക്കുന്നുണ്ട്. മറ്റുള്ളവർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യമില്ല. പ്രവർത്തിക്കാൻ വന്നാൽ അടിച്ചോടിക്കും. അപ്പോൾ പിന്നീട് CPM വിരുദ്ധരായി മാറുന്നത് ഏത് ക്യാമ്പസുകളിൽ വെച്ച് SFIയുടെ തല്ല് കിട്ടിയവരാണ് എന്നൊരു തമാശ പോലും പ്രചരിക്കാറുണ്ട്. അടി കിട്ടാത്തവരില്ല എന്ന് പറയുന്ന രീതിയിൽ പ്രതിപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ മുഴുവൻ തല്ലി ഒതുക്കുക എന്നുള്ള ഒരു രീതി തന്നെയാണ്. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇതിലെ പ്രശ്നം പുറത്തു വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ അവിടുത്തെ SFI പ്രവർത്തകർ ബഹുഭൂരിഭാഗവും ലഹരിക്കടിമകളായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേക്ക് ഈ സിദ്ധാർത്ഥ് ഏതോ പെൺകുട്ടിയെ പ്രൊപ്പോസ് ചെയ്തു എന്നുള്ളതാണ് അവൻ ചെയ്ത കുറ്റം. അപ്പോൾ വാലന്റൈൻസ് ഡേ ആചരിക്കുക, പെൺകുട്ടികളെ പ്രൊപ്പോസ് ചെയ്യുക എന്നുള്ളത് ഒരു കുറ്റമായി SFIക്ക് ഡോമിനേഷനുള്ള SFI ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു ക്യാമ്പസിൽ മാറുന്നു എന്നുള്ളത് പറയുമ്പോൾ നമ്മൾ ഇതൊരു തരം ഐറണിയാണ്. കാരണം SFI ലിബറലുകളാണ്, ഞങ്ങൾ ലിബറലിസത്തിൻ്റെ വക്താക്കളാണ്, ഞങ്ങൾ സദാചാര വിരുദ്ധരാണ് എന്നൊക്കെ പോസ്റ്റർ അടിച്ച് പ്രദർശിപ്പിക്കുന്ന SFI ഒരു പെൺകുട്ടിയെ പ്രൊപ്പോസ് ചെയ്തതെന്ന കുറ്റത്തിന് അവൻ വീട്ടിലേക്ക് ട്രെയിൻ കയറിയതാണ്. എന്നിട്ട് പട്ടാമ്പിയിലോ മറ്റോ ഇറങ്ങി തിരിച്ച് വിളിച്ചു വരുത്തി, ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയാണ് ഈ മർദ്ദനം. ക്യാമ്പസിൻ്റെ പല സ്ഥലങ്ങളിലും വെച്ച് മർദ്ദിച്ചു. 130ഓളം പേര് നോക്കി നിൽക്കെ, ഹോസ്റ്റലിൽ 130 പേര് നോക്കി നിൽക്കെ പരസ്യമായി മർദ്ദിക്കുകയാണ് ചെയ്തത്. മർദ്ദനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ദൃക്സാക്ഷി വിവരണം കേട്ടെങ്കിൽ നമ്മുടെ നട്ടലിലൂടെ ഒരു തരിപ്പ് കടന്നു പോകും. അതായത് ബെൽറ്റ് പൊട്ടുന്ന വരെ അടിക്കുക, കേബിളുകൾ മറ്റോ മൃഗീയമായി മർദ്ദിക്കുക, നെഞ്ചിനും വയറിനൊക്കെ ഇടിക്കുക. അപ്പോൾ അത് SFI ഇടിക്കും, എല്ലാ ക്യാമ്പസിലും ഇടിക്കും. പക്ഷേ ഈ ഇടി അങ്ങനെയല്ല. ഇത് ലഹരി ബാധിച്ച ആൾക്കാർ, അത്ര മൃഗതുല്യരായ ഒരു മനുഷ്യനെ ആക്രമിക്കുന്ന ഒരു ദൃക്സാക്ഷി വിവരണമാണ് നമ്മളതിൽ നിന്ന് കേട്ടത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിനെ നേരിടുന്നത് വെച്ചപ്പോൾ റാഗിങ് ഒക്കെ നിരോധിച്ചിട്ടുണ്ട്. റാഗിങ്ങിനെതിരെ ഇത് റാഗിങ് പോലും അല്ല. ഇതിപ്പോൾ റാഗിങ്ങിനെ തുടർന്നുള്ള കൊലപാതകവും ആത്മഹത്യ എന്നാണ് പറയുന്നതെങ്കിൽ ഇത് റാഗിങ് പോലുമല്ല. ലഹരി ബാധിച്ച കുറേയധികം വിദ്യാർത്ഥികൾ, അവർ SFIക്കാരാണ്. അവർ ഒരു മനുഷ്യനെ ഒരു തരത്തിലുള്ള മനുഷ്യത്വം ഇല്ലാതെ മർദ്ദിച്ച് കൊല്ലുക, അതിന് കൊലപാതകം തന്നെയാണ് വിളിക്കുന്നത്, കൊല്ലുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് രാവിലെ PM ആർഷോ ഈ വാർത്തയോട് പ്രതികരിച്ചിരുന്നു നമ്മളോട്. അപ്പോൾ ആർഷോയോട് നമ്മൾ ചോദിച്ചപ്പോൾ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനം ഇല്ലാത്തടങ്ങളിലാണ് ഇങ്ങനെ റാഗിങ് ഒക്കെ ഉണ്ടാവുക, അവിടെ ചോദിക്കാനും പറയാൻ ആരും ഉണ്ടാവില്ല, അതുകൊണ്ട് ക്രിമിനൽ ഗ്യാങ്ങുകൾ ഇങ്ങനെ റാഗിങ് നടത്തുമെന്ന് പറയുന്നു. അത് SFI ആണ് നിരന്തരം പറയാതെ. ഇത് വിദ്യാർത്ഥി രാഷ്ട്രീയം ക്യാമ്പസിൽ വേണം എന്നതിന് സാധൂകരണമായി, ന്യായീകരണമായി അവർ പറയുന്നൊരു കാര്യമാണ്. ഇത് ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാർ തന്നെയാണ് ലഹരി ഉപയോഗിച്ച് ഒരു വിദ്യാർത്ഥിയെ മർദ്ദിച്ചു കൊല്ലുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് SFI രാജീവ് പറയുന്നു, ആർഷോ പറയുന്നു, ഞങ്ങൾ അവരെ പുറത്താക്കിയിട്ടുണ്ട്, ഞങ്ങൾ സസ്പെൻഡ് ചെയ്ത ആളുകളൊക്കെ പുറത്താക്കാൻ പോകണം എന്നൊക്കെ പറയുന്നു. അവർ ഇതുവരെ മുഴുവൻ പേരും പിടികൂടിയിട്ടില്ല എന്നുള്ള മറ്റൊരു കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കുറച്ച് പേര് ചെയ്യുന്നത് പ്രസ്ഥാനത്തെ കുറ്റപ്പെടുത്തലെന്ന് പറയുന്നുണ്ട്. ഈ കുറച്ച് പേരെ ഇത് ചെയ്യിപ്പിക്കുന്നതാരാണ്? ഇതെങ്ങനെയാണ് ആ സംഘടനയ്ക്കകത്ത് വളർന്നു വരുന്നത്?
അതിൽ ആ സംഘടനയുടെ പിന്തുണ ഉള്ളതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അതിൻ്റെ പ്രിവിലേജാണ്. ആ സംഘടന അത് അനുവദിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ SFIയുടെ ഒരു സംഘടനാ ഘടന അനുസരിച്ച് അതിന് പല ഘടകങ്ങളുണ്ട്. ഏരിയ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി, എല്ലാ കമ്മിറ്റികളും ഉണ്ട്. ഇവരാരും അറിയാതെ ഇങ്ങനെ ഒരു ക്യാമ്പസിൽ ലഹരിയുടെ വക്താക്കളെ നിരന്തരം ലഹരി ഉപയോഗിച്ച് ആളുകളെ മർദ്ദിക്കുന്ന ഒരു കൂട്ടം ഒരു ക്യാമ്പസിനുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ആർഷോ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന കുറച്ച് പേര് ചെയ്യുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മേൽ ഞങ്ങളുടെ സംഘടനയെ കുറ്റം പറയുമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 8 വർഷമായിട്ട് ഈ സംഘടന അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. SFI എന്ന സംഘടന, ഇപ്പോൾ പിണറായി വിജയൻ്റെ 1ഉം 2ഉം സർക്കാരുകളുടെ കാലത്ത് SFI എന്ന സംഘടന വിദ്യാർത്ഥികൾക്ക് വേണ്ടി അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവരൊരു എല്ലാ സർക്കാരുകളിലും തുടക്കകാലത്ത് എന്തോ ഒരു വിദ്യാർത്ഥി അവകാശ പത്രിക പുറത്തിറക്കും. എന്നിട്ട് ആ അവകാശ പത്രികയിൽ ആവശ്യപ്പെട്ട ഡിമാൻഡുകൾക്ക് വേണ്ടി ഒരു സമരം ചെയ്തിട്ടുണ്ടോ? SFI അങ്ങനെ ആയിരുന്നില്ല. SFI LDF ഭരിക്കുമ്പോഴും സമരം ചെയ്യുന്ന സംഘടനയായിരുന്നു. ഈ കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ എത്ര സമരം SFIയുടെ നമുക്ക് ദൃശ്യമായ സമരം, നമ്മൾ കാണാത്ത, ഇപ്പോൾ മാധ്യമപ്രവർത്തകർ കാണാത്ത സമരം എന്തെങ്കിലും ചെയ്യണമെന്ന് നമുക്കറിയില്ല. അത് വല്ല ഒളിപ്പോരായിരിക്കും. ഞാൻ ഗവർണർക്കെതിരായ സമരമുണ്ട്. എന്ത് സമരം? ഗവർണർക്കെതിരായ സമരം. ഗവർണർ കാര്യം കൂടി കാണിക്കുന്നുണ്ട്. ശരിയാണ്. അത് ആരെ ചെയ്യിപ്പിക്കുന്നതാണെന്നുള്ള മറ്റു കാര്യം. അതുപോലും ഉണ്ടായത് ഈ അവസാന ഘട്ടത്തിലാണ്. ഗവർണർ എത്ര നാളായി പ്രശ്നം തുടങ്ങിയിട്ട്? ഈ വർഷമാണ്. ഈ വർഷവും കഴിഞ്ഞ വർഷം അവസാനമാണ് അത് തുടങ്ങുന്നത്. അപ്പോൾ ഒരു സംഘടന, അത് കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനയായിരിക്കുക, അവരുടെ എല്ലാ ക്യാമ്പസുകൾക്കും അവർക്ക് മൃഗീയമായ ആധിപത്യം ഉണ്ടായിരിക്കുക, എന്നിട്ട് അത് പ്രവർത്തിക്കാതിരിക്കുക. ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനം എന്താണ് ചെയ്യേണ്ടത് അത് ചെയ്യാതിരിക്കുമ്പോൾ അവർക്ക് എന്താ ചെയ്യാണ്ടാവുക? പിന്നുള്ളത് ക്രിമിനൽ ആക്ടിവിറ്റീസാണ്, ലഹരി ഉപയോഗമാണ്, ക്രിമിനൽ ആക്ടിവിറ്റീസാണ്, റാഗിങ് ആണ്, ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളാണ്. അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഈ പൂക്കോട് നടന്ന സംഭവങ്ങൾക്കും ബാക്കി എല്ലാ സംഭവങ്ങൾക്കും ആ സംഘടന ഉത്തരവാദിയാണ്. അതിൽ ചിലർ നടത്തി എന്ന് പറയുന്ന പ്രശ്നമല്ല, അതിൽ ചിലർ ക്രിമിനൽ കുറ്റം ചെയ്തു എന്ന് പറയുന്ന പ്രശ്നമല്ല. ആ സംഘടനയിലെ പ്രവർത്തകരും നേതാക്കളും യൂണിറ്റ് സെക്രട്ടറിമാരും ഉൾപ്പെടെ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആ സംഘടനയ്ക്കാണ്, സംസ്ഥാന സെക്രട്ടറി ആർഷോയ്ക്ക് തന്നെയാണ്. ദിവസം ഇപ്പോൾ 100-ലധികം ആളുകൾ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഈ മർദ്ദനം നടക്കുന്നത്. ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ പോലും തടയാൻ പോലും പോയില്ല. ആരും അതിനെക്കുറിച്ചൊന്നും പുറത്തു പറയുകയും ചെയ്തില്ല. അപ്പോൾ ഈ ഏകാധിപത്യ ക്യാമ്പസുകളിൽ ഞങ്ങൾക്കുണ്ട് എന്ന് നിരന്തരം അവകാശപ്പെടുന്ന ഈ അക്സെപ്റ്റൻസ് എന്ന് പറയുന്ന സംഗതി, അതിൻ്റെ വേറൊരു പേര് ഭയം എന്നാണോ? അതിൽ നമ്മൾ കാണേണ്ട കാര്യം SFIക്കെതിരായിട്ടുള്ള വിമർശനങ്ങൾ ഉയരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒന്ന് നോക്കണേ, ഇടയ്ക്കിടയ്ക്ക് ഇത്തരം പ്രശ്നങ്ങൾ വരുന്നുണ്ട്. SFIയുമായി ബന്ധപ്പെട്ട് ഈ നിലക്കുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങളുടെ വാർത്തകളും വിവാദങ്ങളും ഒരു നിശ്ചിത ഇടവേളകളിൽ കേരളത്തിൽ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിങ്ങനെ വരുമ്പോഴൊക്കെ SFIയുടെ ലീഡർഷിപ്പ് പറയുന്നൊരു കാര്യം, നിങ്ങൾ മാധ്യമങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ക്യാമ്പസുകൾ മൊത്തം ഞങ്ങൾ വിദ്യാർത്ഥികളുടെ പിന്തുണ ഞങ്ങൾക്കാണ്. ആ ഇലക്ഷൻ കണ്ടില്ലേ, പോളി ഇലക്ഷൻ കണ്ടില്ലേ, ITI ഇലക്ഷൻ കണ്ടില്ലേ, കേരള യൂണിവേഴ്സിറ്റി ഇലക്ഷൻ കണ്ടില്ലേ, ഓരോ ഇലക്ഷൻ റിസൾട്ട് പറഞ്ഞിട്ടാണ് ഇവർക്കെതിരെയുള്ള വിമർശനങ്ങൾ തടഞ്ഞു നിർത്താറ്. എന്ന് പറഞ്ഞാൽ മൃഗീയ ഭൂരിപക്ഷം ഞങ്ങൾക്ക് ക്യാമ്പസ് തെരഞ്ഞെടുപ്പുകളിലുണ്ട് എന്നുള്ളതാണ് SFIയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിഫൻസ്. നിഷാദെ, ഗുജറാത്തിനെക്കുറിച്ചുള്ള വിമർശനങ്ങൾക്ക് നരേന്ദ്രമോദിയുടെ ഡിഫൻസ് എന്താണ്? RSSൻ്റെ ഡിഫൻസ് എന്താണ്? ഇത് തന്നെയാണ്. നിങ്ങൾ ഗുജറാത്ത് കലാപം, മറ്റേ ഗർഭിണിയുടെ ശൂലം, അത് ഇത് എന്നൊക്കെ എന്താണ് ബിൽക്കീസ് ബാനു ചുമ്മാ ബഹളം വെക്കുന്നത്, അവിടുത്തെ ജനങ്ങൾ ഞങ്ങളെയല്ലേ തിരഞ്ഞെടുക്കുന്നത് എന്നാണ് RSSകാർ ചോദിക്കുന്നത്. ഇതേ ചോദ്യമാണ് ആർഷോയും ടീമും എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ക്യാമ്പസുകളിൽ SFIക്ക് ലഭിക്കുന്ന ഈ ഭൂരിപക്ഷം എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പൂക്കോട് നടന്നത്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ 3 ദിവസത്തോളം ഇഞ്ചിഞ്ചായി മർദ്ദിച്ച് ഇല്ലാതാക്കുവാനുള്ള ഒരു പദ്ധതി ഒരു എതിർപ്പുമില്ലാതെ അവിടെ നടപ്പിലാക്കാൻ അവർക്ക് പറ്റിയില്ലേ? അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? മറ്റ് പാർട്ടിക്കാർക്ക് നോമിനേഷൻ കൊടുക്കാതിരിക്കുക, അവരുടെ നോമിനേഷൻ തടയാൻ, മറ്റു പാർട്ടിയിലെ പ്രവർത്തകർ പ്രവർത്തിക്കാതിരിക്കാൻ, അവർ രാഷ്ട്രീയ പ്രവർത്തനം നടത്താതിരിക്കാൻ, തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാതിരിക്കാൻ ഇതിനും SFIക്ക് സാധിക്കും. അങ്ങനെ നിലനിർത്തുന്ന ഭൂരിപക്ഷത്തിൻ്റെയും വിജയത്തിൻ്റെയും ബലത്തിലാണ് SFI അവരുടെ ക്രിമിനൽ പ്രവർത്തനങ്ങളെ ധാർമ്മികവൽക്കരിക്കുന്നത്. അതാണ് ഇവിടെ പൂക്കോട് നടന്നിരിക്കുന്നത്. ഇത്രയും കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കെ ഈ മർദ്ദനം നടപ്പിലാക്കാൻ SFIക്ക് എങ്ങനെ സാധിച്ചു എന്ന് വെച്ചാൽ SFI എല്ലാ കാര്യങ്ങളും ക്യാമ്പസുകളിൽ സാധിക്കുന്നത് ഇതിലൂടെയാണ്. ഇപ്പോൾ ആർഷോ ഇന്ന് നമ്മളോട് സംസാരിക്കുമ്പോൾ പറയുന്ന കാര്യം എന്തിനാണ് ഇതിന് സംഘടനയെ കുറ്റപ്പെടുത്തുന്നതാണ്. SFIയുടെ ഭാരവാഹികളും SFIയുടെ നേതൃത്വത്തിലുള്ള യൂണിയൻ ഭാരവാഹികൾ ഇതിൽ പ്രതികളാണ്. എന്നിട്ട് ആർഷോ ചോദിക്കുകയാണ്, സംഘടനയ്ക്ക് ഇതിലെന്താണ്, സംഘടന എന്തിനാണ് വിമർശിക്കുന്നത്? അപ്പോൾ സംഘടന എന്ന് പറഞ്ഞാൽ എന്താ? അത് വേറെന്തോ അന്യഗ്രഹ ജീവികളോ അന്യഗ്രഹ സംവിധാനമാണോ? മനുഷ്യന്മാരാണ് സംഘടന. അതിൻ്റെ യൂണിറ്റ് ഭാരവാഹികളുണ്ട്, യൂണിയൻ ഭാരവാഹികളുണ്ട്. അവരാണ് ഇതിൽ ഈ ക്രിമിനൽ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തത്. അവർ അറിയാത്ത പങ്കാളികളായവരല്ല, ഇതിന് നേതൃത്വം കൊടുത്തവർ. അത് ഇവിടെ മാത്രമല്ല, ഇതിപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിൽ SFI പ്രവർത്തകർ തമ്മിൽ കത്തിക്കുത്തുണ്ടാവുന്നു. ആ കത്തിക്കുത്തിനെ തുടർന്ന് അതേക്കാൾ വലിയ ഒരു ക്രിമിനൽ ആക്ടിവിറ്റി പുറത്തു വരുന്നു. എന്താണ്? PSC പരീക്ഷയിൽ തട്ടിപ്പ് നടത്തി. ഇവർ സംഘടിതമായി തട്ടിപ്പ് നടത്തി റാങ്ക് ലിസ്റ്റിൽ കയറിക്കൂടി.
ആരാണ്? SFIയുടെ നേതാക്കളാണ്, അവിടെയുള്ള നേതാക്കളാണ്. കായംകുളം MSM കോളേജ്, അവിടെ ഒരു കക്ഷി ഒരു എന്താണ് കലിംഗ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റും കൊണ്ടുവന്ന് MCOM അഡ്മിഷൻ, അവൻ ഏരിയ സെക്രട്ടറിയാണ്. ഇങ്ങനെ നോക്കി അടുത്ത കാലത്തുള്ള സംഭവങ്ങൾ മാത്രം എടുത്തു നോക്കൂ. ഒരു UUC കാട്ടാക്കടയിൽ ഒരു UUC ആയിട്ട് ജയിക്കാത്ത ഒരാളാണ് UUC ആയിട്ട് പോകുന്നത്. പിന്നെ കെ വിദ്യ എപ്പിസോഡ്, ആർഷോനോട് അതിനെക്കുറിച്ച് അധികം വിശദീകരിക്കേണ്ട കാര്യമില്ല. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ആർഷോ നേരിട്ട് നേതൃത്വം നൽകുന്ന സംഘടനയാണ് മഹാരാജാസിലെ SFI. അവിടെ 1.5 മാസം ഒരു സംഭവമുണ്ട്. ഒരു അറബിക് ഡിപ്പാർട്ട്മെൻറ്റിൽ അധ്യാപകൻ നിസാമുദ്ദീൻ എന്ന് പറഞ്ഞൊരു അധ്യാപകൻ. അങ്ങനത്തെ പരിപാടി എന്ന് വെച്ചാൽ ക്ലാസ്സിൽ വന്നാൽ ആൺകുട്ടികളോട് ശണ്ട കൂടുക, അവരോട് ഈ റൗഡി സ്റ്റൈൽ വർത്താനം പറയുക. രാത്രിയായാൽ പെൺകുട്ടികളെ വിളിച്ചിട്ട് ശൃംഗരിക്കുക, അവരുടെ മേനി അഴകിനെ കുറിച്ച് സംസാരിക്കുക. ഇതിൻ്റെയൊക്കെ ഓഡിയോസൊക്കെ പുറത്തു വന്നതാണ്. ഈ അധ്യാപകൻ അവിടുത്തെ സ്റ്റാഫ് അഡ്വൈസറാണ്, യൂണിയൻ്റെ സ്റ്റാഫ് അഡ്വൈസറാണ്, ഇടതുപക്ഷ അധ്യാപക സംഘടനയിലെ AKGCയുടെ മെമ്പറാണ്. അപ്പോൾ ഇങ്ങനെക്കെതിരെ പെൺകുട്ടികൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഈ മനുഷ്യന് വേണ്ടി ഇയാൾക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ആ ക്യാമ്പസിൽ SFIയും പ്രകടനം നടത്തി, AKGCയും പ്രകടനം നടത്തി. ഒന്ന് ആലോചിച്ച് നോക്കുക. സാധാരണഗതിയിൽ ഒരു വിദ്യാർത്ഥി സംഘടന ആർക്ക് വേണ്ടിയാണ് നിലനിൽക്കുക? വിദ്യാർത്ഥിനികൾ ഒരു അധ്യാപകനെതിരെ പരാതി കൊടുത്താൽ ആ വിദ്യാർത്ഥിനികളോടൊപ്പമല്ലേ നിൽക്കേണ്ടത്? ഇവിടെ SFI എന്താ ചെയ്യുന്നത്? ആ പരാതി കൊടുത്ത വിദ്യാർത്ഥിനികൾ തങ്ങളുടെ എതിർ സംഘടനയിൽ പെട്ടവരാണ്. അപ്പോൾ എന്ത് ചെയ്യുക? അധ്യാപകൻ്റെ കൂടെ നിൽക്കുക. ഈ രാത്രി പെൺപിള്ളേരെ വിളിച്ചിട്ട് അവരുടെ മേനി അഴകിനെക്കുറിച്ച് ശൃംഗരിക്കുന്ന ഈ വഷളൻ അധ്യാപകന് വേണ്ടിയിട്ട് SFIയും AKGCയും അവിടെ പകൽ പ്രകടനം നടത്തി. ആർഷോ നേരിട്ട് നിയന്ത്രിക്കുന്നതാണ് മഹാരാജാസിലെ SFI എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ക്യാമ്പസുകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ തരത്തിലുള്ള വ്യാജ സർട്ടിഫിക്കറ്റുകളുടെ ആണെങ്കിലും ക്രിമിനൽ പ്രവർത്തനങ്ങളുടെയൊക്കെ അത് പോയി എത്തുന്നത് എവിടെയാണ്? SFIയിലാണ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഇത്തരം ആളുകൾക്കെല്ലാം എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന ഒരു കൂടാരമായി SFI മാറിയിട്ടുണ്ട്. അത് അതിനെക്കുറിച്ച് പറയുമ്പോൾ ഞങ്ങളല്ലേ ഇലക്ഷനിൽ വിജയിക്കുന്നത് എന്നുള്ളതൊരു ഡിഫൻസ് അല്ല, അത് അതിനുള്ള ഒരു പരിഹാരമല്ല. ഞാൻ മുമ്പ് എഴുതിയിട്ടുണ്ട്, ഈ ബംഗാളിൽ ഇവർ CPIM അടിപടലം ഇല്ലാണ്ടായി പോകുന്നതിൻ്റെ കാരണങ്ങളിൽ പ്രധാനപ്പെട്ടൊരു കാരണമായിട്ട് അതിനെ വിശകലനം ചെയ്ത ആളുകൾ പറഞ്ഞാണ് ഹർമത് ബാഹിനി എന്ന് പറഞ്ഞിട്ടൊരു സംഘം, ഒരു ഗുണ്ടാ സംഘം ഉണ്ടായിരുന്നു. CPMൻ്റെ ഔദ്യോഗിക ഗുണ്ടാ സംഘമാണെന്ന് വെച്ചാൽ അങ്ങനെയല്ല, പക്ഷേ CPMന് വേണ്ടിയിട്ട് എല്ലാ തലങ്ങളിലും ഈ വക പരിപാടി, ഇവിടെ SFI നടത്തുന്ന പരിപാടികളൊക്കെ നടത്തുന്ന സംഘമായിരുന്നു ഹർമത് ബാഹിനി. ഇപ്പോൾ കേരളത്തിലെ CPMൻ്റെ ഹർമത് ബാഹിനി ആവുകയാണ് ഈ സംഘം എന്ന് പറയുന്നത്. അത് ഇടതുപക്ഷത്തിനും CPMനും തന്നെ വലിയ ബാധ്യതയാകും. പക്ഷേ അതവർ മനസ്സിലാക്കുന്നില്ല. യെസ്, അപകടകരമായ ഒരു സംസ്കാരത്തെ കൂടെ കൊണ്ട് നടക്കുന്നുണ്ട്, പോറ്റുന്നുണ്ട് SFI. പല ക്യാമ്പസുകളിലും എന്ന കാര്യം SFI അഡ്മിറ്റ് ചെയ്യുകയും അത് തിരുത്താൻ SFI തയ്യാറാവുകയും ചെയ്യണം. സംഘടനയല്ല ഇത്, വ്യക്തികളാണ് എന്ന് പറഞ്ഞാൽ അതൊരു പരിഹാസ്യമായ വാദമാണ്. കാരണം വ്യക്തികൾ ചേരുന്നതാണ് സംഘടന, അല്ലാതെ സംഘടന എന്ന് പറഞ്ഞാൽ SFIയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് എന്ന ബിൽഡിംഗ് അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് SFI ഇതിന് നിശ്ചയമായും ഉത്തരവാദിത്തമുള്ളവരാണ് എന്ന് പറയാതെ വയ്യ.